വേഗം ഇറങ്ങാ മോനെ. വാടാ, ഇതാണ് നമ്മുടെ നാട്. എന്താ അവിടെ ഒരു ബഹളം? വല്ല അടിപിടിയോ മറ്റാണോ? അടിപിടിയൊന്നുമല്ല, അവിടെ സ്വീകരണത്തിന്റെ ബഹളമാണ്. മന്ത്രിയാണോ? ഞാൻ മാല കൊണ്ടുവന്നില്ലല്ലോ. അല്ലല്ല, സിംഗപ്പൂരിൽ നിന്ന് നമ്മുടെ കുട്ടമ്പിള്ളയും പേരമകളും വന്നിരിക്കുകയല്ലേ. ഓഹോ, എല്ലാരും കൂടി നേരായി കാത്തിരിക്കുന്നത്. നമസ്കാരം. ഒന്ന് രക്ഷപ്പെടണമല്ലോ, ഇനി എനിക്ക് സഹിക്കാൻ വയ്യ. അയ്യോ വയ്യ, എന്നെ ആരും കരുതി. ഒരേ സമയം 3 കാറിൽ കയറാൻ എനിക്ക് വയ്യ. അതുകൊണ്ട് ഈ കാര്യം അതല്ല മുത്തട്ട് ഞങ്ങളുടെ കൂടെ വരുന്നത്. ആരും ബഹളം വെക്കണ്ട. ചങ്ങന, നമ്മുടെ പെട്ടിയെല്ലാം എടുത്ത് ആ കാളവണ്ടി കൊണ്ടുപോയി മോനെ. വക്കീലേ, വക്കീലേ, എന്ത് മോനും തനിച്ച് പൊക്കോളാം. നിങ്ങൾ ആരും സഹായം വേണ്ട. ആകാശത്ത് കയറിയിരിക്കുന്നു. ഓഹോ, എല്ലാവരും കൂടി കയറിയാലേ കാളെ ചത്തുപോകും. എല്ലാരും ഞാനൊന്നും കയറി. ശരി, എന്താണ് ഈ ചേർന്ന് നിൽക്കുന്നത്? ഇറങ്ങട്ടെ, നോക്കി ഇറങ്ങണേ. കാലോ മറ്റോ അയ്യോ വഴിക്ക് പോയാലോ. ഇറങ്ങട്ടെ. അപ്പോ ഞാനങ്ങോട്ട് ചെല്ലട്ടെ. എനിക്ക് കുറച്ച് ജോലിയുണ്ട്. ഞാനും മോളും കൂടി വൈകുന്നേരം ഇങ്ങോട്ട് വരാം. നെല്ലിക്ക് ഒരു കൂട്ടുപോയല്ലോ. കുറച്ച് കഴിഞ്ഞിട്ട് പോയാ പോരെ വക്കീലേ? പോരാ, എന്നെ അന്വേഷിച്ച് ഇപ്പൊ 2-3 പേര് വീട്ടിൽ കാത്തിരിക്കുന്നുണ്ടാവും. ശരി, എന്നാൽ അങ്ങനെ. എന്തൊരു ചൂട്, വല്ലാത്ത ദാഹം. ഒരു ഗ്ലാസ് വെള്ളം. ഞാൻ നോക്കണം. ആ പെട്ടിയെല്ലാം എന്റെ അമ്മയെ ഏൽപ്പിക്കണം. ഇവിടെ വെച്ചു. ആ പെട്ടി പതുക്കെ സൂക്ഷിച്ചു വെച്ചാ മതി. എന്താ, മുത്തശ്ശനും ലല്ലിക്കും താമസിക്കാനുള്ള എല്ലാ ഏർപ്പാടുകളും ഞങ്ങളുടെ പോർഷനിൽ ചെയ്തിട്ടുണ്ട്. വരട്ടെ, ആലോചിക്കാം. എന്റെ അച്ഛനും അമ്മയും കഴിഞ്ഞ 7 ദിവസമായിട്ട് ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് മുത്തശ്ശനിരിക്കാനുള്ള മുറി. പണം വയ്ക്കാനുള്ള അലമാരയും തയ്യാറാക്കിയിട്ടുണ്ട്. ഓഹോ, അത് കൊള്ളാം. ആ അലമാരയുടെ താക്കോല് മുത്തശ്ശനെ ഏൽപ്പിക്കാൻ വേണ്ടി അച്ഛന്റെ കയ്യിൽ കൊടുത്തിട്ടുണ്ട്. താക്കോല് ഭവാനിയെ ഏൽപ്പിച്ചാ മതി. ഒരു താക്കോല് എന്റെ കയ്യിലില്ല, അമ്മയുടെ കയ്യിലും. കല്ലി മുത്തച്ഛന് പിടികിട്ടിയില്ലേ? സൂക്ഷിക്കണം. എന്താ സൂക്ഷിക്കണം, എല്ലാവരെയും സൂക്ഷിക്കണം. കുടി പിന്നെ കാര്യം വിടാം. മക്കളെ, മുത്തച്ഛൻ ഇപ്പൊ കഴിച്ചെന്താന്നറിയാവോ? ഓഹോ, അല്ല, അത് മുഴുവൻ കഴിക്കണം. മതി, ദാഹം മാറി. ശങ്കര,
ആ പെട്ടിയെല്ലാം മുകളിൽ കൊണ്ടുവയ്ക്കൂ. ഞാൻ മുകളിലാണ് താമസിക്കുന്നത്, വല്യമ്മാവൻ താമസിച്ചിടത്തിൽ. അതിന്റെ താക്കോൽ എവിടെയാണ്? അതിന് ഒരു പൂട്ടും ഒരു താക്കോലുമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് അതങ്ങ് പൂട്ടണ്ടെന്ന് വെച്ചു. എന്താ? 3 പൂട്ടും താക്കോലും വെക്കാമായിരുന്നില്ലേ? എങ്കിൽ 3 പേർക്കും വെച്ച് പൂട്ടാമായിരുന്നല്ലോ. ആ എടാ മക്കളെ, മുകളിലേക്ക് പോവാ. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ. എന്താ എന്താ ഇപ്പൊ പറയാൻ മനസ്സില്ല. വരുമോ വാങ്ങി വരുമോ? ഇപ്പോഴും ചെസ്സുകൾ വിട്ടിട്ടില്ല അല്ലേ? അല്ല, ഇതാര് വക്കീലോ? വന്നാട്ടെ, ഇരുന്നാട്ടെ. ശങ്കര, ഇതെല്ലാം എടുത്തുകൊണ്ട് പോ. പിന്നെ എന്തൊക്കെയുണ്ട് വക്കീലെ വിശേഷം? എന്തേ ഇത്ര പെട്ടെന്ന് സിംഗപ്പൂരിൽ നിന്ന് ഇന്ത്യയിലേക്ക് പോരാൻ ഒരു ബുദ്ധി തോന്നിയത്? വയസ്സായി തുടങ്ങിയില്ലേ വക്കീലെ? ജനിച്ചത് ഈ മണ്ണിലാണ്, മരിക്കുന്നതും ഇവിടെ തന്നെ ആകണമെന്നൊരു നിർബന്ധമുണ്ട്. അതിനു മുമ്പ് ചില കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. അതെന്താ? എന്റെ ലല്ലിമോന്റെ വിവാഹം നടന്നു കാണണം. ഭരതനോ ഗോപിക്കോ വിവാഹം കഴിച്ചു കൊടുക്കാനാണോ പ്ലാൻ? നല്ല കഥയായി പോയി. പണഭ്രാന്ത് പിടിച്ച അവരുടെ ഇടയിലേക്ക് എന്റെ ലല്ലിമോനെ എറിഞ്ഞു കൊടുക്കാനോ? അല്ല, ഞാൻ വെറുതെ ചോദിച്ചത് മാത്രം. അല്ല, വക്കീലിന്റെ മകളെ കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ട് എന്തായി? താഴത്തെ ഹാളിലുണ്ട്. ഞാൻ ലല്ലിയുമായി പരിചയപ്പെടുത്തി. ഇതാണ് സ്കൂൾ. ഇനി ഷേക്ക്. ആ പെണ്ണിന്റെ ദേഹത്ത് ചെകുത്താൻ കുടികളുണ്ട്, നിന്ന് പറയ്ക്കുന്നു വേണ്ടില്ലേ? അത് ഫോറിൻ ഡാൻസ് ആണ്. ആ, ഫോറിനാണോ? എനിക്കുണ്ടോ ഇതറിയാം. എങ്ങനെയുണ്ട്? നല്ല രസമുണ്ട് കാണാൻ, എനിക്കിഷ്ടമായി. 1ാം തരം ആയിട്ടുണ്ട്. നമ്മുടെ ഭഗവതി അമ്പലത്തില് വെളിച്ചപ്പാട് പറയുന്നത് പോലെ എന്ത് വേണം? വെറുതെ ഞങ്ങൾ ഇവിടെ ഒരു വിസിറ്റിന് വേണ്ടി വന്നതാണ്. സ്വല്പം കഴിഞ്ഞു വരൂ. ഞങ്ങൾ ഇവിടെ സീരിയസ് ആയിട്ട് ഒരു കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുക. ഓ, ഉത്തരവ് പിന്നീട് ഒന്ന് കണ്ടുകൊള്ളാം. ലല്ലി ഇതെല്ലാം എങ്ങനെ പഠിച്ചു? ഇത് മാത്രോ? ഇനി എനിക്ക് എന്തെല്ലാം അറിയാം. ശങ്കരമ്മാവ, ഇങ്ങോട്ട് വരൂ. എന്തിനാ? രമയ്ക്ക് ജൂഡോ ഒന്ന് കാണിച്ചു കൊടുക്കണം. റെഡി. ഇവിടെ ഭദ്രകാളിയാണ് കേട്ടോ. ഭദ്രകാളിയുടെ അമ്മൂമ്മയാണ്. ഏതായാലും നിനക്ക് പറ്റി പെണ്ണ് തന്നെ. നീ കല്യാണം കഴിച്ചു? കരുതാക്കൊണ്ടൊന്നും പറയുന്നത്. ഞാനിവിടെ കല്യാണം കഴിക്കണം. അയ്യോ, എന്നെ കൊണ്ട് വയ്യ. എടാ, ഫോറിൻ സ്റ്റൈൽ പിടിക്കാൻ വരാ. ആ ഫോറിൻ സ്റ്റൈലിൽ വേണമെങ്കിൽ ഗോവേട്ടൻ കല്യാണം കഴിച്ചു. ഗോവേട്ടന് മറപ്പെട്ടാണല്ലോ. നിന്റെ മറപ്പണല്ലേ? നീ എന്നെ കെട്ടിക്കോ. ഞാൻ കല്യാണം കഴിക്കണമെന്നോ? അനാവശ്യം പറഞ്ഞാൽ ഏത് സ്കൂളാണ് അവിടെ? ഇതാര്? രാഘവനോ? ഇരുന്നാട്ടെ. വേണ്ട, ഞാനിവിടെ നിന്നോളാം. ആ, പിന്നെ എന്തൊക്കെയുണ്ട് രാഘവ വിശേഷം? ഞാൻ ഒരു മുന്നറിയിപ്പ് തരാൻ വന്നതാണ്. കുഞ്ഞുപിള്ളിയും രാമനായരും എന്തോ ഒരു പ്ലാനൊക്കെ ഇടുന്നുണ്ട്. അതിൽ വല്ലച്ചും വീഴരുത്. എന്താ? പ്ലാൻ ഇടുന്നതും വല വെക്കുന്നതല്ല അവരുടെ കാര്യം. ഞാൻ അതിലെല്ലാം വീഴുവോ രാഘവ? അത്രയ്ക്ക് മടയനാണോ ഞാൻ? അത് മതി. വല്യച്ഛൻ എന്ന് പറഞ്ഞാൽ എനിക്കും ഭവാനിക്കും കാണപ്പെട്ട ദൈവമാണ്. വല്യച്ഛന് ഒരു ഉപദ്രവം വരുന്നത് ഞങ്ങൾക്ക് സഹിക്കാനാവില്ല. എന്താ? രാഘവ, സമയം ഒരുപാടായി. രാഘവൻ പോയി കിടന്ന് ഉറങ്ങിയാട്ടെ. പിന്നെ വല്യച്ഛ, നമ്മുടെ എസ്റ്റേറ്റിന്റെ തൊട്ടപ്പുറത്തുള്ള എസ്റ്റേറ്റ് വിൽക്കാനുണ്ടായിരുന്നു. അതുകൂടി നമുക്ക് വാങ്ങിയാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു. എന്താ? തീർച്ചയായും വാങ്ങിക്കണം.
പക്ഷേ സ്വല്പം പണക്കുറവുണ്ടായിരുന്നു. ഒരു 1.7 ലക്ഷം രൂപയുടെ പണക്കുറവേ ഉള്ളൂ. മാസം 2,000 രൂപ ആദായം കിട്ടത്തക്ക നിലയിലുള്ള എസ്റ്റേറ്റ് വാങ്ങിക്കാനുള്ള പണം മുഴുവൻ ഞാൻ തന്നു കഴിഞ്ഞില്ലേ? എന്നാലും വല്യച്ഛൻ ഇത്തവണ കൂടി എന്നെ ഒന്ന് സഹായിക്കണം. എന്താ? സാധ്യമല്ല. ഉള്ളതുകൊണ്ട് ഒരുത്തന് തൃപ്തിപ്പെടാൻ കഴിഞ്ഞില്ലെങ്കിൽ അവൻ സ്വന്തമായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കണം. മനസ്സിലായോ? സമയം ഒരുപാടായി. രാഘവന് പോകാം. പോകുമ്പോഴേ ആ കൂടെ കൊണ്ടുപോയിക്കോളൂ. ഞങ്ങൾ അധികം പഴം കഴിക്കാറില്ല. ഇതാര് കുഞ്ചുവോ? ഇരുന്നാട്ടെ. വേണ്ടായി, ഞാനിവിടെ നിന്നോളാവേ. പിന്നെ എന്തൊക്കെയുണ്ട് കുഞ്ചു വിശേഷം? ഒന്നുമില്ല. ഈ അസമയത്തെ രാത്രിയിൽ പഴക്കൊലവുമായിട്ട് വരാനുള്ള കാരണം? എങ്കിലും എന്റെ അങ്ങൊന്നിനെ പറ്റി ആ മുഷകോടൻ രാഘവനും അവന്റെ ഭാര്യയും കൂടി പറയാത്ത കുറ്റമൊന്നുമില്ല. അതിന് എന്റെയും കാർത്യായനിയുടെയും നാവ് കുഴഞ്ഞു മറുപടി പറഞ്ഞ് എന്റെയും കാർത്യായനിയുടെയും കാണപ്പെട്ട ദൈവം അല്ലയോ അങ്ങുന്ന്. സംശയമുണ്ടോ? അല്ല, അങ്ങ് വന്നാലേ ഞങ്ങൾക്ക് മാത്രമേ സഹായം ചെയ്യുള്ളൂ എന്നുള്ളത് ഇവിടെ എല്ലാവർക്കും അറിയാം. അതിന്റെ കണ്ണുകടിയാകുന്ന ഇത് ഇവർക്ക് വല്ല ആവശ്യമുണ്ടോ? യാതൊരു ആവശ്യവുമില്ല. പിന്നെ കുഞ്ചു അങ്ങ് അടുത്തു വാ. വായവർക്ക് ഇനി സംസാരിക്കണ്ട. ഇന്നാ സമയം ഒരുപാടായി. കുഞ്ചു പോയി കിടന്നുറങ്ങും. പോകുമ്പോഴേ പഴക്കൊല കൂടെ കൊണ്ടുപോകും. ഞങ്ങൾക്ക് അധികം പഴം കഴിക്കാൻ വയ്യ, വയറളകും. കൊണ്ടു. പഴക്കുലയുമായി വന്നിരിക്കുന്നു കാക്ക പിടിക്കാൻ. ഇവിടെ കാത്തു നിൽക്കുകയായിരുന്നു. ആട്ടെ, രാമനായർക്ക് എന്ത് വേണം? എനിക്ക് അധികമൊന്നും വേണ്ട, ഒരു 2 ലക്ഷം രൂപ വേണം. 2 പൈസ ചോദിക്കുന്ന മട്ടിലല്ലേ 2 ലക്ഷം രൂപ ചോദിക്കുന്നത്? അതെ, എണീറ്റിടും. താൻ വല്ലതും സമ്പാദിച്ചു തന്നിട്ടുണ്ടോ? എനിക്ക് ഞാനൊന്നും സമ്പാദിച്ചു തന്നിട്ടില്ല. പക്ഷെ നിങ്ങൾ സമ്പാദിച്ചിട്ടുള്ളതിൽ ഓഹരിക്ക് അവകാശിയാണ് എന്റെ ഭാര്യ രുദ്രാണ്. ഭാഗം ചോദിക്കാൻ വന്നിരിക്കുകയാണ്. എന്ത് ധരിച്ചാലും കൊള്ളാം. ഞങ്ങൾക്ക് ഇന്ന് വരെ നിങ്ങൾ എന്ത് തന്നു? ഒന്നും തന്നില്ലല്ലേ? ഒന്നും തന്നില്ലല്ലോ. അത്രയ്ക്കൊന്നും പറയാനില്ല. ഒരു 1.5 ലക്ഷം രൂപയുടെ സ്വത്ത് തന്നു കാണും. എന്നാ ഇനി ഒരു പൈസ തരാൻ ഞാൻ ഒരുക്കമല്ല. അപ്പോ സംഭവം ഈ വയസ്സുകാലത്ത് എന്നോട് കളിക്കരുത്, അബദ്ധമാണ്. എന്നോട് പോകാനാണ് പറഞ്ഞത്. വഹിക്കേണ്ട വഴി എനിക്കറിയാം. ഇവനാരടാ ശങ്കര? നാളെ രാവിലെ വക്കീലിനോട് ഇവിടം വരെ ഒന്ന് വരാൻ പറയണം. എനിക്ക് എന്റെ ഒസ്യത്ത് എഴുതണം. എന്റെ എല്ലാ സ്വത്തുക്കളും ഞാൻ ലല്ലിമോന്റെ പേരിൽ എഴുതി വെക്കാൻ പോവുക. ഇവന്മാരെ ഞാൻ ഒരു പാഠം പഠിപ്പിക്കും.